ഹായ് ഹലോ ഗൈസ്, ഞാനിപ്പോഴേ എവിടെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പാലക്കാട് മണ്ണാർക്കാട് നിന്നും സൈലന്റ് വാലിക്ക് അടുത്തുള്ള ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള കിടിലൻ റിസോർട്ടായ ട്രീ ടോപ്പിലാണ്. അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ പൂർണ്ണമായി കാണുക. അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഹലോ, ഏവർക്കും നമസ്കാരം. VK ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് പാലക്കാട് മണ്ണാർക്കാട് സൈലന്റ് വാലിക്ക് അടുത്തുള്ള ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 3 സ്റ്റാർ ഫെസ്റ്റിലുള്ള ഒരു കിടിലൻ റിസോർട്ടായ ട്രീ ടോപ്പിലേക്കാണ്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. പത്താംവളവിൽ എത്തിക്കഴിഞ്ഞ് അട്ടപ്പാടി ചുരം വഴി വരുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റാണ് ഈ പത്താംവളവ്. അപ്പം നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഒരു ബിഗ് സസ്പെൻസ് ഉണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ ട്രീ ടോപ്പ് റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആനവായി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനടുത്താണ്. അപ്പോൾ ഫോറസ്റ്റിലേക്ക് ഉള്ള പ്രവേശനത്തിലാണ്. ഫോറസ്റ്റിലേക്ക് നമുക്ക് റിസോർട്ടിലേക്ക് പ്രവേശിക്കുന്ന റിസോർട്ടിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഈ ഫോറസ്റ്റിനുള്ളിലേക്കുള്ള പ്രവേശനമുള്ളൂ. റിസപ്ഷനിലേക്കുള്ള പാസേജ് ആണ്. അപ്പൊ ഇതാണ് റിസപ്ഷൻ. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കിടിലം പൂള് ഉണ്ട് കേട്ടോ. റിസോർട്ടിനുള്ള സ്പോർട്സ് ഏരിയയാണ്. അത് ഷട്ടിൽ കോട്ട് ഏരിയ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കോൺഫറൻസ് ഹാള്. സാധാരണ മറ്റുള്ള റിസോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1-2 സ്പെഷ്യാലിറ്റി ഈ റിസോർട്ടിനുണ്ട്. ഒന്ന് ട്രീ ഹട്ട് ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തേത് ഇത് കണ്ടോ, ഒരു പാറ. ഈ പാറ കട്ട് ചെയ്യാതെയാണ് ഈ വില്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ റോക്ക് വില്ല എന്ന് പറയും. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഇത് റോക്ക്. ഇത് ഒറിജിനൽ റോക്കാണ്. ഇത് ഉണ്ടാക്കി വെച്ചോന്നല്ല, ആ പാറ കട്ട് ചെയ്യാതെ ഒരു വില്ല ഉണ്ടാക്കിയതാണ്. കണ്ടോ, അതായത് റൂമിനുള്ളിൽ ആ ഇത് കാണാം. റൂമിനുള്ളിലും ഉണ്ട്, റൂമിന് പുറത്തുണ്ട്. സിറ്റ് ഔട്ടിലും നമുക്ക് ഈ പാറ കാണാം. ഇത് മറ്റൊരു കോട്ടേജാണ്. താമസിക്കാവുന്ന ഒരു കോട്ടേജാണ്. പിന്നെ ഇവിടെ മൊത്തം 13 ട്രീ ഹട്ട് അടക്കം 15 കോട്ടേജാണ് ആകെ ഉള്ളത്. നമുക്ക് പാസേജിലൂടെ യാത്ര ചെയ്യുമ്പോൾ 2 സൈഡും കണ്ട പാറകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ പാസേജുകൾ ഇവിടെ ഫാമിലി എന്താ പാറ. ശരിക്കും ആ കോട്ടേജ് ഉണ്ടാക്കിയിട്ടുള്ള തന്നെ പാറയ്ക്ക് മുകളിലാണ്. ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റൊരു പ്രത്യേകത വെച്ചാൽ 4 സൈഡും നമുക്ക് 4 സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഫോറസ്റ്റിനുള്ളിൽ എന്നതിലുപരി 4 ഭാഗവും ഹിൽസാണ്.
കാണാൻ പറ്റും മരങ്ങളിലൊക്കെ ഇലകൾ കൊഴിഞ്ഞിരിക്കുന്നു. കാരണം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ, വേനൽക്കാലം വെച്ചാൽ ഇവിടെ ചൂടൊന്നുമില്ല, തണുപ്പിൻ്റെ അന്തരീക്ഷം തന്നെയാണ്. പക്ഷെ മഴക്കാലത്ത് വന്നതൊക്കെ ഭയങ്കര ഗ്രീനറി ആയിരിക്കാം, പ്രത്യേക ഭംഗിയായിരിക്കും. ഇവിടെ ചീവിടുകളുടെ ശബ്ദം. ഇതാണ് നമ്മുടെ ഫാമിലി വില്ല. ഏകദേശം എത്ര പേർക്ക് താമസിക്കാൻ പറ്റും ഇവിടെ? 20 പേർക്ക്, അതായത് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു 20 പേർക്ക് താമസിക്കാൻ പറ്റാവുന്ന ഫാമിലി വില്ലയാണ് ഈ കാണുന്നത്. നമ്മളിവിടെ കുറച്ചു നേരം സമയം കഴിഞ്ഞാൽ കിളികളുടെ ഒക്കെ ശബ്ദം കേൾക്കാം. ഇത് ട്രീ ഹട്ടല്ലേ? അതായത് ട്രീ ഹട്ട്. ഈ സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഭാഗമായ മുക്കാലി എന്ന ഭാഗത്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ, അതായത് മുക്കാലി ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നാണ് ട്രീ ടോപ്പ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഷൊർണൂരിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്ററും മണ്ണാർക്കാട് നിന്ന് 24 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. ഈ റിസോർട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സൈലന്റ് വാലിയെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയേണ്ടി വരും. ഈ സൈലന്റ് വാലി രൂപീകൃതമായത് 1984-ലാണ്. കേരളത്തിലെ ഒരു നിത്യഹരിത വനം കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. പ്രാദേശികമായി ഇവിടുത്തെ വനങ്ങളെ സൈരശ്രീ വനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സൈരശ്രീ എന്ന പേര് തന്നെ നമുക്ക് പാഞ്ചാലിയുടെ പര്യായമാണ്. അതുകൊണ്ട് തന്നെ പാണ്ഡവരുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ ഐതിഹ്യങ്ങൾ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് കുന്തിപ്പുഴ. അതായത് കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലന്റ് വാലിയിലൂടെയാണ്. സാധാരണ വനങ്ങളിൽ നമുക്ക് ചീവിടുകളുടെ ശബ്ദം കേൾക്കാൻ പറ്റും, പക്ഷേ ഇവിടെ അത് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിനെ നിശബ്ദ താഴ്വര അല്ലെങ്കിൽ സൈലന്റ് വാലി എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. എവിടുന്ന വരുന്നു? ഞങ്ങള് മുല്ലശ്ശേരി, ഗുരുവായൂരടുത്ത്. രസാണ്. നമ്മളൊരു എന്താ പറയാ, കാടില് താമസിക്കുന്ന ഒരു പ്രതീതിക്ക് ഉണ്ട്. പിന്നെ ഇവര് മരങ്ങളൊന്നും മുറിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല അധികം. ആ മരങ്ങളൊക്കെ അങ്ങനെ റീടേൺ ചെയ്തിട്ടുണ്ട്. ഒരു രസമുണ്ട് ഇതിലൂടെ. പിന്നെ ഇവിടെ കാലാവസ്ഥ നോക്കുമ്പോ നല്ല കാലാവസ്ഥയാണ്, കുഴപ്പമില്ല. ചൂടിന്റെ തണുപ്പില്ല, നല്ല ഇതാണ്. പിന്നെ ഹട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾ വന്നിട്ട് അവര് ഹട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അവര് അല്ലേ, മരങ്ങളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. നമുക്ക് ഒരു ദിവസമെങ്കിലും മരങ്ങളിൽ താമസിക്കാൻ ആഗ്രഹമില്ലേ? അങ്ങനെ മരങ്ങളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കിടിലൻ റിസോർട്ടാണ്. അതിനുള്ള എല്ലാ സ്പെഷ്യാലിറ്റിയും ട്രീ ടോപ്പിലുണ്ട്. ശരിക്കും മരങ്ങളിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വേണ്ട, ഈ ഒരു പാറയിൽ നിന്നാണ് ഈ പാസേജ് കൊണ്ടുവന്നുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു വൻ മരം താങ്ങി നിർത്തുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മരം മാത്രമല്ല ഇതിൻ്റെ ബലം. ഈ കാണുന്ന 4 സൈഡിലുള്ള പില്ലറാണ് ഇതിൻ്റെ ബലം. അപ്പം ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് ഈ ഹട്ടിലാണ്. സാധാരണ ഇത് 4 ഷെയറിംഗ് അല്ലേ? ഇത് ഉച്ച വലിപ്പമുള്ള ട്രീ ഹട്ടാണ്, ഏകദേശം 4 ഷെയറിംഗ് ബേസിസിൽ. കൂടാതെ ഇവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടോ, നമ്മൾ ആ കോട്ടേജിന്റെ ഒരു മരം, അതായത് കോട്ടേജിനിടയിലൂടെ ഒരു മരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഈ മരം വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല. സാധാരണ ഹട്ടലുകളിൽ മരം വെട്ടി അതിന്റെ മുകളിലാണ്, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ മരം വെട്ടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ തന്നെയാണ് അവര് ഈ ഹട്ട് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഈ മരം ശരിക്കും പന്തലിച്ച് പടർന്ന് വന്നു. ഇത് വലുതാവാറില്ല, ഇത് വികസിക്കും. ഓ, ഞാനിപ്പോ നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നമുക്ക് മല്ലീശ്വരൻ മല കാണാൻ പറ്റും. ഈ കാണുന്നത് മല്ലീശ്വരൻ മല.
മലകളാണ്. ഞാൻ പറഞ്ഞു 4 സൈഡും മലകളാണ്. പക്ഷെ ഈ മലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ആചാരപ്രകാരം ഒരു മല്ലീശ്വരം മലയാണ്. വരുന്ന ആഴ്ച ഇവിടുത്തെ ശിവരാത്രി ആഘോഷമാണ്. അവിടെ പോയി വിളക്ക് തെളിയിച്ചിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ആ ആഘോഷത്തിൽ പങ്കുചേരുന്നത്. അട്ടപ്പാടിക്കാരുടെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. അപ്പൊ റിസോർട്ടിലെ റെസ്റ്റോറന്റ് ആണ്. കാരണം രാത്രി ആയതുകൊണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ അടിപൊളിയാണെന്ന് അപ്പൊ രാത്രി 9 മണിയായി. ഞങ്ങൾ എന്തായാലും ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പൊ ഏകദേശം 9 മണിയായി. ഞങ്ങള് ഡിന്നർ കഴിക്കുകയാണ്. സാധാരണ പാക്കേജുകൾ ഉണ്ട്, പല തരത്തിലുള്ള പാക്കേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് റിസോർട്ടുകാർ പാക്കേജുകൾ ഇടുന്നത് ഓരോ ആളുകളെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള പാക്കേജുകളുണ്ട്. ആ പാക്കേജുമായി വരുന്നവർക്ക് ബുഫേ മോഡലാണ്. അല്ലാത്തവർക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വന്നതിന് ശേഷം റിസോർട്ടിൽ എത്തിയതിന് ശേഷം ഈവനിങ്ങിൽ പറയാം. അപ്പം ഞങ്ങള് ഗീ റൈസും ചിക്കൻ കറിയാണ് പറഞ്ഞുള്ളത്. ഇദ്ദേഹം പൊറോട്ടയും ഇതെന്താ സാധനം? ബട്ടൺ പനീർ ബട്ടൺ ബട്ടർ മസാല പനീർ ബട്ടൺ മസാല. ആ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉണ്ടാക്കി തരും. അപ്പോൾ അതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞൊരു കിടിലൻ ഫുഡ് തന്നെയാണ്. അതൊരു എൻജോയ് ചെയ്യേണ്ട ഒന്നാണ്. സൂപ്പർ. അപ്പൊ ഞങ്ങൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഒരു കിടിലൻ ഡാൻസുമായിട്ട് ക്യാമ്പ് ഫയർ ആസ്വദിക്കാൻ പോവാണ്. നിങ്ങളും ഞങ്ങളും കൂടെ ഉണ്ടാവും. അപ്പൊ രാവിലെ 6:30 ഞങ്ങൾ എണീറ്റ് ഞങ്ങൾ ട്രീ ഹട്ടിലാണ് സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഹട്ടിന്റെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ചുറ്റും ഫോറസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ ഫോറസ്റ്റിനുള്ളിലാണ് ഈ റിസോർട്ട്. കണ്ടോ, ഒരു മല കുത്തനെ ഹട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ മല ഇങ്ങനെ കുത്തനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. കിളികളുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. കാടിന്റെ ആ മനോഹാരിത
നമുക്ക് ശരിക്കും ഇവിടെ നിന്നിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ റിസോർട്ട്. അപ്പോൾ ഇത് സലീം കാ, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ അവർക്ക് ട്രീ ടോപ്പ് റിസോർട്ടിൽ ഒരു ദിവസത്തെ സ്റ്റേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭാഗ്യം കിട്ടിയുള്ള ഒരാൾ സലീം കെയാണ്. പിന്നെ വിജീഷ് ഇങ്ങനെ ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇദ്ദേഹം തന്നപ്പോൾ നല്ലൊരു റിസോർട്ടാണ് എനിക്ക് ഓഫർ ചെയ്തത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല റിസോർട്ടുമാണിത്. പിന്നെ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ്. എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. പിന്നെ ഇത് വിജീഷിൻ്റെ ബ്ലോഗ് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ള ഓഫറുകളൊക്കെ കിട്ടും. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ, ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ മറ്റുള്ളവർക്ക് ഷെയർ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ അടുത്ത ഓഫർ എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, അതൊരു കിഡിലൻ ഓഫറായിരിക്കും. ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ നല്ലൊരു കിഡിലൻ ഓഫർ തന്നെ ആയിരിക്കും. അത് സസ്പെൻസായി തന്നെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് നമ്മളെ റിസോർട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ കാണുന്നത് ഭവാനിപ്പുഴയാണ്. നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ്. ഒന്ന് കബനി, ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ. 2 ഭവാനി, 3 പാമ്പാർ. ഇങ്ങനെ 3 നദികളാണുള്ളത്. അതിൽ അട്ടപ്പാടി ട്രീ ടോപ്പ് റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നടന്ന് വരാവുന്ന ഒരു നദിയാണ് ഭവാനി. അപ്പോ നമ്മുടെ ആദിവാസി സഹോദരന്മാരാണ്. ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞ എന്താ വെച്ചാല്, ഇവിടെ ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് 30 ദിവസത്തെ വ്രതം ആദിവാസി ഊരുകളിലും അല്ലാത്തവരൊക്കെ എടുക്കുന്നുണ്ട് അല്ലെ. ഈ അട്ടപ്പാടിയുള്ള മുഴുവൻ ജനങ്ങൾ, സ്വാമിമാര്, മല കയറുന്ന സ്വാമിമാര് അല്ലെ. ഓക്കെ ഫാമിലിയുള്ള ആളുകൾ. അപ്പം ഈ മല്ലീശ്വര ഹില്ല്, അതായത് നമ്മുടെ ശബരിമലയിൽ പോകുന്ന പോലെ തന്നെ മല്ലീശ്വര ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹില്ല് ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഹില്ലിലേക്ക് പോയി ഈ 30 ദിവസത്തെ വ്രതം എടുത്ത് ഈ 30 ദിവസം ഇവര് വീട്ടിൽ പോവില്ല. കാരണം ജെൻസ് അല്ലെ, പുരുഷന്മാര് മാത്രമാണ് വീട്ടിൽ പോവാത്തത്. ബാക്കി ലേഡീസ് ഒക്കെ വീട്ടിലുണ്ടാവും. അവര് വ്രതം എടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. അപ്പൊ പുരുഷന്മാര് ഇതുപോലെയുള്ള ഈ പാറയിടുക്കില് താമസിച്ച് രാവിലെയും വൈകിട്ടും വർക്കിന് പോകുന്നവര് വർക്കിന് പോകും. അത് കഴിഞ്ഞാൽ താമസമൊക്കെ അവർ ഇവിടെ തന്നെയാണ്. 30 ദിവസത്തെ വ്രതം എടുത്തു കഴിഞ്ഞ് മല്ലീശ്വര ഹിൽസിൽ ശിവരാത്രി ദിവസം വിളക്ക് തെളിയിച്ചതിന് ശേഷം മാത്രമാണ്, ആ ഒരു ദിവസം മാത്രമാണ് അവസാന ദിവസം ഇവര് വീട്ടിൽ കയറുന്നത്. അതുവരെ 29 ദിവസം ഇവര് ഈ ഭവാനിപ്പുഴയുടെ ഈ ചുറ്റുപാടുകളിൽ ഇവര് താമസിച്ച് ഭക്ഷണം ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. നമ്മുടെ ശബരിമലയിലെ മകരജ്യോതി തെളിയിക്കുന്നതിന് സമാനമായി ഈ മല്ലീശ്വര ഹിൽസിൽ പോയി വിളക്ക് തെളിയിച്ചതിന് ശേഷം മാത്രമാണ് അന്നേ ദിവസം ഈ അട്ടപ്പാടിയിലുള്ള മുഴുവൻ വീടുകളിലും അവര് വിളക്ക് തെളിയിക്കുന്നത്. അതോടുകൂടി ആ ഉത്സവാഘോഷം അവിടെ അവസാനിക്കും. അത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഈ ആചാരങ്ങൾ അവർ കൊണ്ടുനടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നില്ല. റെഡിയായാ കഴിക്കുന്നില്ലേ? എന്തൊക്കെ ഉണ്ടാക്കാറ് രാവിലെ? ചായ, കടചായ കുടിക്കും. പിന്നെ വേറെന്തൊക്കെ ഒക്കെ ഉണ്ടാവും അല്ലെ? പേരെന്താ? അജിത്ത്. അദ്ദേഹം അപ്പൊ ഈ ഇവിടെ പോവാൻ നിങ്ങൾ മാല ഇടും? സാധാരണ ശബരിമലയിൽ പോകുന്ന പോലെ തന്നെ മാല ഇടും?
ആ ബ്രദായില്ല, മാല ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പൊ ശബരിമലയിൽ പോയിട്ടുണ്ടാ? അവിടെ നോക്കാറുണ്ട് അല്ലേ? കഴിക്കുന്നില്ലേ? നമ്മുടെ ഈ റിസോർട്ടിൽ പലതരത്തിലുള്ള പാക്കേജുകളുണ്ട്. ഡേ ഔട്ട് പാക്കേജ് ഉണ്ട്, പെർ ഹെഡ് 600 റുപ്പീസ്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അവൈലബിൾ ആണ്. മോർണിംഗ് 9 AM to 3 o'clock വരെ. അതിൽ പൂള് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ അലൂമിനി മീറ്റ്, മറ്റ് സ്കൂൾ മേറ്റ്സ് മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇതൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്രയും ഓഫറുകൾ ഇവർ നൽകുന്നുണ്ട്. കൂടാതെ ട്രീ ഹട്ട് ഏകദേശം വരുന്നത് 5000 ഓൺവേർഡ്സ് ആണ്. ഡബിൾ കോട്ടേജ് ആണെങ്കിൽ 4000 ഓൺവേർഡ്സ് ആണ്. 20 പേർക്ക് താമസിക്കുന്ന ഫാമിലി കോട്ടേജ് ആണെങ്കിൽ അത് പെർ ഹെഡ് 1000 റുപ്പീസ് ആണ്. അത് അപ്പോൾ റിസോർട്ടിൻ്റെ മാനേജറാണ് മൊബിൻ സാറ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് 2 ദിവസമായി. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. പ്രകൃതിയുമായിട്ടാണ്ട് ഇണങ്ങിച്ചേരുന്ന ഒരു പ്രത്യേക അനുഭവം. സാധാരണ ഇപ്പോൾ ചൂട് കൂടിയ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തണുത്ത അന്തരീക്ഷം നമുക്ക് കിട്ടുന്നതുകൊണ്ടും നമുക്ക് ഇവിടുന്ന് പോകാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. പക്ഷേ നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഏകദേശം എത്ര കോട്ടേജ് ഉണ്ട്? നമുക്ക് 12 കോട്ടേജസ്, 3 ഇതുപോലത്തെ ട്രീ ഹൗസ്. ഇതിൽ ഡിഫറെന്റ് കാറ്റഗറിയാണ്. കോട്ടേജസും ഡിഫറെന്റ് കാറ്റഗറി, ട്രീ ഹൗസും ഡിഫറെന്റ് കാറ്റഗറി. ഓക്കെ. ഇതിലിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് നമുക്കൊരു 65 പേർക്കുള്ള ബെഡ് കപ്പാസിറ്റി നമ്മുടെ ഉണ്ട്. അത് നമ്മൾ പാക്കേജ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. സെപ്പറേറ്റ് ഫാമിലി ആണെങ്കിൽ ഫാമിലി കോട്ടേജസ് ആയിട്ട്. ഈ ഗ്രൂപ്പ് എങ്ങനെയാണെങ്കിൽ അതേപോലെ പാക്കേജസ് മീൻസ് സ്റ്റുഡൻസ് പാക്കേജ്, ടീച്ചേഴ്സ് പാക്കേജ്, അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഫാമിലി ഗെറ്റ് ടുഗദർ. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും കസ്റ്റമേഴ്സ് ധാരാളം. നമുക്ക് അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് കസ്റ്റമർ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സീസൺ ആയതുകൊണ്ട്. കാരണം ഈ ആൾക്കാർ പുറത്ത് ടൗണിലൊക്കെ മാറിക്കാൻ ചൂട് കൂടുതലാണ്. സാർ ഇന്നലെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ഈവനിങ് ഒരു തണുപ്പല്ലായിരുന്നു. അതാണ് നമ്മുടെ നാച്ചുറൽ ഇതായതുകൊണ്ട് കാടും മരങ്ങളൊന്നും പെട്ടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുണ്ട് ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകത അതാണ്. ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ പ്രകൃതിയെ സംരക്ഷിച്ചിട്ട് തന്നെയാണ് നിലനിർത്തുന്നത്. വളരെ മനോഹരമായിട്ട്. കാരണം ഇപ്പോൾ ചൂട് കൂടുതലാണ്, അതിൻ്റെ സംരക്ഷണം കൊടുത്തിട്ട് തന്നെയാണ് പിന്നെ റിസോർട്ട് സംരക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ധാരാളമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസോർട്ടിനെ കുറിച്ച് അറിയാനും റിസോർട്ടിൽ വന്ന് താമസിക്കാനും ഒക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ വീഡിയോയിൽ ഇൻബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ടുമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവർ തരും. ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ മതി. നമ്മുടെ കുളത്തൂരിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ രാവിലെ പുറപ്പെട്ട് ഉച്ചയോടുകൂടി ഇവിടെ എത്തി. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്യുന്ന നമ്മുടെ അരവിന്ദ മാഷിന്റെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഇവിടെ എത്തി. ഉച്ചയ്ക്ക് ശേഷം നല്ല ലഞ്ചായിരുന്നു. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡായിരുന്നു. ശേഷം പൂളുണ്ടായിരുന്നു. അൺലിമിറ്റഡ് സമയപരിധിയുമായിട്ട് എത്ര സമയം വേണമെങ്കിലും പൂൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റൂം എല്ലാവരും കൂടെ ഒരുമിച്ച്, ഞങ്ങൾ 16 പേരുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു റൂമാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെയുള്ള ഫുഡ്, രാത്രിയിലുള്ള ഭക്ഷണം എല്ലാം അതിമനോഹര ഗംഭീരമായിരുന്നു. രാവിലെ അവിടെ ഒരു നാച്ചുറൽ ബാത്ത് ഉണ്ടായിരുന്നു, കുറച്ച് തൊട്ടപ്പുറത്തോട്ട് അവിടെയായിരുന്നു രാവിലത്തെ കുളി. പിന്നെ അങ്ങനെയുള്ള എല്ലാം കൊണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു.